നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കൂടുതൽ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിഗ്നേച്ചർ ഡിഷസുകൾ കൊണ്ടുവരാറുണ്ട്. പക്ഷേ പല റെസ്റ്റോറൻറ്റുകളിലും ഈ സിഗ്നേച്ചർ ഡിഷസുകൾ അത്രത്തോളം വിൽപ്പന നടക്കാറില്ല. റെസ്റ്റോറൻറ്റ് ഉടമകളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർ പറയാറുള്ളത് ഇതിന് വില കൂടുതലായതുകൊണ്ട് അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ പോകുന്നുള്ളൂ, അത് കൂടുതൽ വിൽപ്പന നടത്താൻ കഴിയാറില്ല എന്നുള്ള ഒരു കാരണമാണ് പറയാറുള്ളത്. എന്നാൽ സിഗ്നേച്ചർ ഡിഷസുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റുകളുടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് പരമാവധി വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് കഴിയണം. അങ്ങനെ നിങ്ങൾ വിൽപ്പന നടത്തുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇങ്ങനെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയിൽ പ്രധാനപ്പെട്ടത് മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതാണ്. മെനു എഞ്ചിനീയറിംഗിൽ ഇത്തരം വിഭവങ്ങളെ കൂടുതൽ എഫക്റ്റീവായിട്ട് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പല രൂപത്തിലുള്ള സ്ട്രാറ്റജികളും ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. ഒന്നാമതായിട്ട് ചെയ്യാറുള്ളത് ഈ ഉൽപ്പന്നത്തെ മറ്റുള്ള വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിർത്തുന്നത് മെനുകളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് തന്നെ അത് പോസ്റ്റ് ചെയ്യുന്ന രീതി നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാറുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ മെനുവിനെ വേറിട്ട് നിർത്തുക എന്നുള്ളതാണ്. മറ്റുള്ള വിഭവങ്ങളിൽ നിന്ന് ഈ സിഗ്നേച്ചർ ഡിഷസിന് ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് കസ്റ്റമറെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിലേക്ക് മെനുവിൽ ഇതിന്റെ പൊസിഷനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ മാറ്റാറുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പല രൂപത്തിലുള്ള സ്ട്രാറ്റജികൾ യൂസ് ചെയ്യും. ഒന്നുകിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന് സെപ്പറേറ്റ് തന്നെ ഒരു ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു സെപ്പറേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ അതിൽ ഫിക്സ് ചെയ്യും. ഉപഭോക്താവ് പെട്ടെന്ന് ഈ മെനു എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യം ഇത് അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ വരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ആളുകൾക്ക് അത് കഴിക്കാൻ തോന്നുന്ന രൂപത്തിലേക്ക്, അവരുടെ വായിൽ വെള്ളമൂറുന്ന രൂപത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ഇത്തരത്തിലുള്ള സിഗ്നേച്ചർ ഡിഷസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് ഇത് തന്നെ കഴിക്കാം, ഇതിന് ഇത്രത്തോളം രുചികരമായിട്ടുള്ള വിഭവമാണ് ഇത് എന്നുള്ളത് കസ്റ്റമർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലേക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാറുള്ളത്. മൂന്നാമതായിട്ട് ഇതിനെ പൊസിഷൻ അല്ലെങ്കിൽ ഇതിന്റെ പ്ലേസ് ചെയ്യുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കസ്റ്റമർ ഈ മെനു നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം അവർക്ക് അവരുടെ കാഴ്ചയിൽ വരുന്നത് ഈ ഒരു വിഭവമായിരിക്കണം. ഇതിന്റെ പ്ലേസ് ചെയ്യുന്ന ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് ഒരു മെനുവിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള ഭാഗത്തൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സിഗ്നേച്ചർ ഡിഷസുകൾ പ്രധാനമായിട്ടും കൊടുക്കുക. കാരണം ഒരു മെനു എടുത്ത് നോക്കുമ്പോൾ ആദ്യം ആളുകളുടെ നോട്ടം പോകുന്നത് റൈറ്റ് സൈഡിൽ മുകളിലെ ഭാഗത്താണ്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം മെനു ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. സാധാരണഗതിയിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ മെനു ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ എന്താ ചെയ്യുക, കാറ്റഗറൈസ് ചെയ്ത മെനുകൾ ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്യുക. അപ്പോൾ ആളുകൾ ഇത് തിരഞ്ഞെടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ സിഗ്നേച്ചർ ഡിഷ് എവിടെയാണോ ഉള്ളത് എന്നുള്ളത് അവർക്ക് പ്രത്യേകം കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രയാസം വരും. അത് പിന്നെ ഒരു വെയിറ്റർ പോയിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴേക്ക് അവരെന്ത് ചെയ്ത് മെനു നോക്കിയിട്ട് മറ്റുള്ള ഉൽപ്പന്നങ്ങളിൽ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് വളരെ പ്രയാസം നേരിടും. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ പ്ലേസ് ചെയ്യുന്ന ഏരിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ വെയിറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ക്യാപ്റ്റൻസിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഷെയറിങ് കൊടുത്തിരിക്കണം. ഇത്തരത്തിലുള്ള മെനുകൾ കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കേണ്ട സ്ക്രിപ്റ്റുകളുണ്ട്. അവര് കസ്റ്റമറോട് പറയേണ്ട ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ കൃത്യമായിട്ട് ഇവരെ പഠിപ്പിച്ചിരിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കാൻ താല്പര്യപ്പെടുന്ന വിഭവം ഇതാണ് സർ എന്ന് പറയുന്ന ഒരു വാചകം. ഇത് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഭവത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് എന്ന് അവർക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്നതിലേക്ക് ആ വാചകം അവരുടെ മനസ്സിലേക്ക് കയറും. അതിൽ ഒരു പർച്ചേസ് അവിടെ നടക്കും. ഓക്കെ, അടുത്തതായിട്ട് കൂടുതൽ അവർക്ക് ഈ ഉൽപ്പന്നത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ സിഗ്നേച്ചർ ഡിഷിനോടൊപ്പം കൂടുതൽ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു കോംബോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഒന്നിൽ കൂടുതൽ ആളുകളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ വരുന്ന സമയത്ത് സിഗ്നേച്ചർ ഡിഷസുകൾ കൂടുതൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോംബോകൾ നമ്മളെ സഹായിക്കും. കാരണം പ്രൈസിങ്ങിൽ ചെറിയ ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളതും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള കോംബോ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് പർച്ചേസ് കസ്റ്റമർ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പൊ ഇത്തരത്തില്
നമ്മുടെ സിഗ്നേച്ചർ ഡിഷസുകളെ നമുക്ക് കൂടുതൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സിഗ്നേച്ചർ ഡിഷസുകളെ സിഗ്നേച്ചർ ഡിഷായിട്ട് തന്നെ വിൽപ്പന നടത്തി അല്ലെങ്കിൽ നമ്മുടെ മെനുവിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തുകൊണ്ട് ഇത് സിഗ്നേച്ചർ ഡിഷാണെന്ന് പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളിലൂടെ നമ്മുടെ മെനു എഞ്ചിനീയറിംഗ് നമ്മൾ ചെയ്തു കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ സിഗ്നേച്ചർ ഡിഷസുകൾ കൂടുതൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റുകൾക്ക് കഴിയും. താങ്ക് യു. അടുത്ത മറ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.